ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എൻ്റെ പേര് ഹസ്നിയ ഫാത്തിമ. അപ്പോൾ ഞാൻ എൻ്റെ ഡെലിവറി സ്റ്റോറിയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ജൂൺ 19 നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലായിരുന്നു എൻ്റെ പ്രസവം നടക്കുന്നത്. ജൂൺ 18 ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയതാണ്. അപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആകുമ്പോൾ അങ്ങനെ അഡ്മിറ്റായി. ജൂൺ 19 പ്രസവിക്കുകയും ചെയ്തു. മരുന്ന് വെച്ച് ഉള്ള പ്രസവം, വേദനയൊന്നും ഇല്ലാതെ തന്നെയാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പോൾ സുഖപ്രസവമായിരുന്നു. 19 10:15 മോനെ പ്രസവിക്കുന്നത്. അപ്പോൾ 4 വർഷം കൂടിയിരുന്ന് കിട്ടിയ മോനാണ്. അപ്പോൾ അവിടെ ചെന്ന് പ്രസവം കഴിഞ്ഞ് എന്നെ അന്ന് വൈകിട്ട് റൂമിൽ മാറ്റി 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഈ നമ്മുടെ പ്രസവത്തിന് വേണ്ടിയിട്ട് ആ മുറിവിൽ കൂടെ സ്റ്റിച്ചിൽ കൂടെ മല വരാൻ തുടങ്ങി. അപ്പോൾ ഈ മല വരുന്ന കാര്യം നമ്മൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞു. ആദ്യം എനിക്ക് വേദനയായിട്ട് തുടങ്ങിയ വേദന വന്നതിന് ശേഷമാണ് ഈ മല വരുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ വേദനയും ഇതും വന്നപ്പോഴത്തേക്ക് ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ നോക്കിയിട്ടാണ് വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം ശരിയാവും, ഈ മുറിവുള്ളത് കൊണ്ട് തോന്നുന്നതാണ്, സ്റ്റിച്ച് ഉണങ്ങുമ്പോൾ റെഡിയാവുമെന്നും പറഞ്ഞുകൊണ്ട് എന്നെ 10 ദിവസത്തേക്ക് അഡ്മിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അഡ്മിറ്റ് ചെയ്ത് എനിക്ക് ആൻറ്റിബയോട്ടിക് എടുത്ത് പെയിൻ കില്ലറും തന്നു. 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പേരുമായിട്ട് വീട്ടിൽ വിടുകയാണ്. അപ്പോൾ 7 ദിവസമായപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ എനിക്ക് അവിടുത്തെ സ്റ്റിച്ച് മൊത്തം വിട്ട് ആ മുറിവിൽ മുഴുവനായിട്ട് മലം വന്നടഞ്ഞ ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാര്യം ഡോക്ടറിൻ്റെ പറഞ്ഞു. പിന്നെ ഡോക്ടറൊന്നും നോക്കിയൊന്നുമില്ല, മുറിവ് നോക്കിയിട്ടൊന്നുമില്ല. ഡോക്ടറൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വീട്ടിൽ പോയാൽ മതി എന്നും പറഞ്ഞ് നേരെ വീട്ടിൽ വിട്ടു. അപ്പോൾ 10 ദിവസം കഴിയുമ്പോൾ വീട്ടിൽ പോയി. ഞാൻ നടപ്പം നടന്ന് വിതുര വീട്ടിലാണ് പോയത്. അപ്പോൾ വിതുര വീട്ടിൽ പോയിട്ട് അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയപ്പോഴത്തേക്കും ഒട്ടും പറ്റുന്നില്ല. ഓരോ ദിവസം കഴിയുന്തോറും എനിക്ക് വേദന കൂടി വരുന്നു. കാലത്തറയിൽ കൊടുത്താൽ പറ്റുന്നില്ല, മോനും പാൽ കൊടുക്കാൻ പറ്റുന്നില്ല, അവനൊന്നും എടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ അവസ്ഥ തീരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ദിവസം കഴിയുന്തോറും അവസ്ഥകൾ മോശമാകുന്നു. അപ്പോൾ ഈ കാര്യം വീണ്ടും ഡോക്ടറുടെ റൂമിൽ പോയി കാര്യം പറഞ്ഞു. ഇതേപോലെ അവൾക്ക് ഒട്ടും പറ്റുന്നില്ല എന്ന കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടറിന് ഹോസ്പിറ്റലിൽ കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ എന്നെ അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞ് എന്നെ അഡ്മിറ്റായി. അവർ പറഞ്ഞു ഒരു 7 ദിവസത്തേക്ക് സമയം തരണം, 5 ദിവസത്തെ സമയം തരണം. 5 ദിവസത്തെ സമയം തന്നാൽ ഞാൻ എല്ലാം റെഡിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അഡ്മിറ്റ് ചെയ്തു. അന്ന് വൈകിട്ട് തന്നെ സർജനെ വിളിച്ചിട്ട് അവർ കാണിച്ച്. അപ്പോഴൊക്കെ ചോദിക്കുന്നത് എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് അവർ കാര്യം പറയുന്നില്ല. ഞാൻ വീട്ടിൽ പോയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ, എന്താ വിഷയം പറ്റി എന്നൊന്നും അവർ പറയുന്നില്ല. അങ്ങനെ സർജനെ വിളിച്ചിട്ട് സർജൻ വന്ന് കണ്ടതിന് ശേഷം അവർ പറഞ്ഞു സർജനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ അത് എൻ്റെ അടുത്ത് പറഞ്ഞതല്ല, ആ ഡോക്ടർമാർ തമ്മിൽ നിന്ന സംസാരം ഞാൻ കേട്ടതാണ്. അങ്ങനെ അത് കഴിഞ്ഞ് 5 ദിവസത്തെ ഞാൻ അഡ്മിറ്റ് ചെയ്ത് ഡോക്ടർ പറഞ്ഞു ആഹാരമൊന്നും കഴിക്കാൻ പാടില്ല, ജ്യൂസ് മാത്രമേ കഴിക്കാവൂ. അതിന് ഞാൻ ജ്യൂസ് വാങ്ങിച്ച് കൊടുത്താൽ മതി ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ജ്യൂസ് മാത്രം, വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഞാൻ 7 ദിവസത്തേക്ക് നെടുമങ്ങാട് കിടന്നു. അപ്പോൾ നെടുമങ്ങാട് കിടന്ന് 5 ദിവസമായപ്പോഴത്തേക്ക് അവർ വന്നിട്ട് പറഞ്ഞു ഇനി എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ നേരെ മെഡിക്കലിലേക്ക് വേണം. ഞാൻ മെഡിക്കലിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളവിടെ നേരെ ചെന്നാൽ മതി. അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ എല്ലാം റെഡിയാക്കി തരും, ഒരു സ്റ്റിച്ച് ചെയ്യണതിൻ്റെ ആവശ്യം വരുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അന്ന് രാവിലെ ആഹാരമൊന്നും കഴിക്കാം. തലേന്ന് എനിക്ക് ആഹാരമൊന്നും തന്നില്ല, വെള്ളം പോലും കുടിക്കണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ചെന്നുള്ള സർജറി ചിലപ്പോൾ വേണ്ടി വരും എന്നും പറഞ്ഞ് ആഹാരമൊന്നും കഴിക്കണ്ട എന്നും പറഞ്ഞ് നേരെ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കലിലേക്ക് വിട്ടു. ഈ ഡോക്ടറിനെ നമ്മൾ പ്രൈവറ്റായിട്ട് ഒരു ആംബുലൻസ് വിളിച്ച്, ഹോസ്പിറ്റൽ ആംബുലൻസിലല്ല പുറത്തുനിന്നുള്ള ആംബുലൻസ് വിളിച്ചാണ് നമ്മൾ വീട്ടിൽ മെഡിക്കലിലേക്ക് വിടുന്നത്. മെഡിക്കൽ കോളേജിൽ ചെന്ന് അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ജെയിൻ സ്റ്റീഫൻ എന്ന് പറഞ്ഞ ഡോക്ടറാണ് മെഡിക്കൽ കോളേജിൽ കണ്ടത്. അത് ഈ ബിന്ദു ഡോക്ടർ പറഞ്ഞു തന്ന ഡോക്ടറാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കാണ് ഡോക്ടർ പറയുന്നത് വെജൈനൽ ഫിസ്റ്റുലയാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ എഴുതി തന്ന ഈ നെടുമങ്ങാടുന്ന് ബിന്ദുസ് എന്ന ഡോക്ടർ എഴുതി തന്ന റെഫറൻസ് പേപ്പറിലാണ് എഴുതിയേക്കുന്നത്. നമ്മൾ യാത്ര ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചേക്കുന്നത്, അതായത് ഈ സ്റ്റിച്ച് പോയി മോശം അതിൽ വന്നത് ഈ യാത്ര ചെയ്തത് കൊണ്ടാണ് എന്നാണ് അന്ന് ഡോക്ടർ പറയുന്നത്. അങ്ങനെ നമ്മൾ മെഡിക്കലിൽ ചെന്നപ്പോൾ വെജൈനൽ ഫിസ്റ്റുലയാണെന്നും പറഞ്ഞുകൊണ്ട് എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. ഒരു ജൂലൈ 14 എന്നെ അഡ്മിറ്റ് ആക്കുന്നത്. ജൂലൈ 14 എന്നെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. ജൂലൈ 14 അഡ്മിറ്റായി. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പറഞ്ഞു SIT ഡോക്ടറെ ഒന്ന് പോയി കാണണം എന്നും പറഞ്ഞ് SIT ഡോക്ടറിനെ പോയി കണ്ടു. SIT ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞത് ഇതാദ്യമേ ഈ പ്രസവ സമയത്ത് തന്നെ
വന്നിരുന്നെങ്കിൽ ഇത് ശരിയാക്കി വിടാമായിരുന്നു. ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ആ സമയത്ത് തന്നെ സ്റ്റിച്ച് ഇട്ടിരുന്നെങ്കിൽ ശരിയായി പോയേനായിരുന്നു. ഇല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും റെഫർ ചെയ്താൽ മതിയായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇത് ഉള്ളിൽ സ്റ്റിച്ച് ഇട്ടിരുന്നില്ല. അതുപോലെ ഇവർ നമ്മൾക്ക് ഈ കാര്യം പറഞ്ഞതുപോലുമില്ല. ഡോക്ടർ നമ്മളടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ള കാര്യം ഡോക്ടർ പറയുന്നില്ല. അങ്ങനെ മെഡിക്കലിൽ ശരി ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞ ശേഷം നമ്മൾ തിരിച്ച് വീണ്ടും മെഡിക്കലിൽ തന്നെ വന്ന് മെഡിക്കലിൽ വന്ന് ഒരു 18 ദിവസമായപ്പോഴത്തേക്കാണ് MRI എടുക്കുന്നത്. MRI എടുത്തപ്പോഴത്തേക്കാണ് അറിയുന്നത് മലദ്വാരത്തിൻ്റെ നരമ്പ് 2.7 സെൻറ്റിമീറ്ററോളം നീളത്തിലാണ് കട്ടായിരിക്കുന്നത്. ഇനി അത് ചെയ്യണമെങ്കിൽ നമ്മൾ കൊളോസ്റ്റമി ചെയ്യണം. കുടൽ പുറത്ത് വെച്ച് മലം പുറത്തൂടെ പോയാൽ മാത്രമേ, താഴെ കൂടെ നനവൊന്നും വരാതിരുന്നാൽ മാത്രമേ നമുക്കിത് എന്തെങ്കിലും ചെയ്താൽ മുറിവൊന്നും അടയ്ക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുകൊണ്ട് അങ്ങനെ എനിക്ക് ജൂലൈ 30 സർജറിക്ക് ഡേറ്റ് തന്നു. ജൂലൈ 30 സർജറി ചെയ്യുന്നു. ഞാൻ ജൂലൈ 14 അന്ന് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിട്ട് എനിക്ക് ജൂലൈ 30 എനിക്ക് സർജറിയുടെ ഡേറ്റ് വരുന്നത്. അപ്പോൾ സർജറിയുടെ ഡേറ്റ് വന്ന് 30 ജൂലൈ 30 സർജറി ചെയ്ത് കൊളോസ്റ്റമി സർജറി ചെയ്യുന്നത്. ആദ്യം ഇടത് സൈഡാണ് ഈ കൊളോസ്റ്റമി ഒക്കെ ചെയ്യുന്നത്. കൊളോസ്റ്റമി ചെയ്ത് 3 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ വീട്ടിൽ വന്നിട്ട് എനിക്ക് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഈ താഴെ പഴയതുപോലെ, അതായത് മുറിവിൽ കൂടെ എനിക്ക് വീണ്ടും മലം വന്ന സമയത്ത് നമ്മൾ ഡോക്ടറിൻ്റെ പോയി കണ്ട്. അന്ന് ഡോക്ടർ OP ഇല്ലാത്തതുകൊണ്ട് കാഷ്വാലിറ്റിയിലാണ് പോയി കണ്ടത്. അപ്പോൾ കാഷ്വാലിറ്റി പോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് ബാലൻസ് ഉള്ളത് കെട്ടിക്കിടന്നതൊന്നും പോയതാണ്, അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് റെഡിയാവുമെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ വന്നു. പിന്നെ അടുത്ത ചെക്കപ്പിന് വേണ്ടി ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ അത് വേറെ കുഴപ്പമൊന്നുമില്ല, അത് ബാലൻസ് കിടന്നതാണ്, അത് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ദിവസം കൂടെ പോയിട്ട് അത് നിന്നോളും എന്നെല്ലാം പറഞ്ഞ് അവർ നമ്മളെ ഇതാക്കിയാണ് വീട്ടിൽ വിടുന്നത്. അത് കഴിഞ്ഞ് 2ാമത് പോയപ്പോൾ പ്ലാസ്റ്റിക് സർജറി ചെയ്യാനുള്ള ഡോക്ടറിനെ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ പ്ലാസ്റ്റിക് സർജനെ കണ്ട് അവിടെ പോയി കണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് ഇതെല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടറെ അടുത്ത ഡേറ്റ് തന്നു. ഒക്ടോബർ 13 അഡ്മിറ്റ് ആവാനുള്ള ഡേറ്റ് തന്നു. അങ്ങനെ ഒക്ടോബർ 13 അഡ്മിറ്റായി. അപ്പോഴത്തേക്ക് നമുക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മുടെ കാലിൽ നിന്നുള്ള ചതയെടുത്ത് പ്ലാസ്റ്റിക് സർജറി നടത്താമെന്ന് പറഞ്ഞ്. അപ്പോൾ ഒക്ടോബർ 22 ആ സർജറി നടത്തി. അത് ഒക്ടോബർ 22 പ്ലാസ്റ്റിക് സർജറി നടന്നു. കാലിൻ്റെ തുടയിൽ ചതയെടുത്ത് നമ്മുടെ ആ മുറിവ് അടച്ചുകൊണ്ടായിരുന്നു സർജറി നടത്തിയത്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 3 ദിവസം ആയപ്പോഴത്തേക്ക് തന്നെ എല്ലാം വീണ്ടും ഈ മലം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് കൊണ്ട് ഈ വെച്ച ചതയും മലവും എല്ലാം കൂടെ ആയിട്ട് അത് മൊത്തം പോയി. ഈ വെച്ച ചത ഇങ്ങനെ തിരിച്ച് കളയി വന്നു. നമ്മുടെ മലത്തിൻ്റെ കൂടെ അങ്ങ് ബാത്റൂമിൽ പോയി. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടായിട്ട് വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ആദ്യം വെച്ച കുടൽ ശരിയായിട്ടില്ല, അത് ഒരു കുറച്ച് ഭാഗം മാത്രമേ വെളിയിൽ വെച്ചോളായിരുന്നു, ഇനി അത് മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്ത് കുടൽ പുറത്ത് വെക്കണം, താഴോട്ടൊന്നും വരാത്ത രീതിക്ക് ബ്ലോക്ക് ചെയ്യണം. അങ്ങനെ അതിൻ്റെ ഇത് നവംബർ 5 ആ ഒരു ഓപ്പറേഷൻ നടന്നു. ഇപ്പോൾ ഒക്ടോബർ 22 സർജറി നടത്തി 25 ആയപ്പോഴത്തേക്ക് എനിക്ക് ഈ ചതയെല്ലാം പോയി. അത്രയും പെയിൻ ഞാൻ അനുഭവിച്ച് നവംബർ 5 വരെയും വേദന സഹിച്ച് കിടന്നു. 5 ഉച്ചയ്ക്ക് ശേഷം എനിക്ക് സർജറി ചെയ്യുന്നത്. സർജറിക്ക് വേണ്ടി കയറ്റി സർജറി ചെയ്ത ആ ഭാഗം തന്നെ, അവർ ആദ്യമേ കൊളോസ്റ്റമി ചെയ്ത ഭാഗം തന്നെ എനിക്ക് ഒന്നും കൂടെ അവിടെ കുറച്ചും കൂടെ വലുതാക്കി കുറച്ചും കൂടെ കീറി കുടൽ മൊത്തത്തിൽ എടുത്ത് പുറത്ത് വെച്ചിട്ട് ബാക്കി താഴോട്ടുള്ള കുടലിൻ്റെ ഭാഗം അവർ സ്റ്റാപ്ലെയറൊക്കെ അടിച്ച് വെച്ചിരുന്നു. അത് കഴിഞ്ഞ് ഒരു 3 ദിവസം കഴിയുമ്പോൾ ഞാൻ 5ൻ്റെ അന്ന് തന്നെ വീട്ടിൽ വിട്ട്. സർജറി കഴിഞ്ഞ് 5ൻ്റെ അന്നായപ്പോൾ എന്നെ വീട്ടിൽ വന്നിട്ടും എനിക്ക് വേദന കുറയുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് ആ ഭാഗത്തും. മലം വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള വേദന, സഹിക്കാൻ പറ്റാത്തൊരു വേദനയും ബുദ്ധിമുട്ടും. ആ ഭാഗം കൊണ്ട് നീരായി നല്ല കുത്തി വലിക്കുന്ന വേദന. എനിക്ക് ഒന്നും ഇരിക്കാൻ പറ്റുന്നില്ല, നടക്കാൻ ഭയങ്കരമായ വേദന, സഹിക്കാൻ പറ്റാത്ത വേദനയും ബുദ്ധിമുട്ടുമായിട്ട് വീണ്ടും നമ്മളൊരു ഡിസംബറിലായപ്പം നമ്മൾ ആദ്യമേ ഡോക്ടറിനെ ഇടയ്ക്ക് വെച്ച് കണ്ടു, ഡോക്ടറിനെ വിളിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് കുഴപ്പമില്ല, അത് ഇതിൻ്റെ വേദന കാണും, സ്റ്റാപ്ലെയർ അടിച്ച് വെച്ചേക്കുന്നതാണ് എന്നെല്ലാം പറഞ്ഞ് അവർ നിന്നു. പിന്നെ എനിക്ക് ഇടയ്ക്ക് വെച്ച് എനിക്ക് പനി വരുമ്പോൾ ഡോക്ടറിനെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചു.